ഹലോ, ചാപ്റ്റർ 8 ഫെയർ ഷെയർ. ഫെയർ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുവിനെയോ ഒരു നമ്പറിനെയോ എന്തെങ്കിലും ഒരു കാര്യത്തിനെയോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഫെയർ ഷെയർ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെ ഡിവൈഡ് ചെയ്യുക, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാം. Shabnam and Mukta are enjoying their lunch break. Do you want chocolates? Yes, please. You have to share your paratha with me. സോ അവർ രണ്ടുപേരും ലഞ്ച് ബ്രേക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്, അടുത്ത ആളുടെ കയ്യിൽ പരാത്തയുണ്ട്. മുക്ത ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ചോക്ലേറ്റ്? അപ്പോ ഷബ്നം പറഞ്ഞു, യെസ്, എനിക്ക് വേണം. ഞാൻ ചോക്ലേറ്റ് ഒക്കെ തരാം, പക്ഷെ അതിന് പകരം എനിക്ക് പരാത്ത ഷെയർ ചെയ്യണം. അങ്ങനെ അവർ രണ്ട് പീസായിട്ട് ചോക്ലേറ്റ് മുറിച്ചെടുത്തു. ഇറ്റ്സ് നോട്ട് ഫെയർ, യു ഗേവ് മീ എ ബിഗ് പാർട്ട്. ഡിഡ് ഐ? These are not equal. We will divide the paratha equally. Think about a strategy that you can use to check whether two pieces are equal or not. ഈ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്കും കൂടി വേണ്ടി ആരെങ്കിലും ഒരു ചോക്ലേറ്റ് തന്നു കഴിഞ്ഞാൽ അത് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞാ ഒരു ചെറിയ പീസെങ്കിലും കൂടുതൽ അപ്പുറത്തെ ആൾക്ക് കിട്ടിയാൽ നിങ്ങൾ കോൺഷ്യസ് ആവും, അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാം ഈക്വൽ ആവാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഒരു ചോക്ലേറ്റ് കൃത്യം രണ്ട് സൈഡും മുറിച്ച രണ്ട് സൈഡും ഒരേപോലെ ആവുമ്പോഴാണ് അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയാം. അപ്പോ എങ്ങനെയാണ് രണ്ട് പീസും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുക? ഒരു ചോക്ലേറ്റ് രണ്ടായിട്ട് മുറിച്ചെന്ന് വിചാരിക്കുക. ഒരു പീസ് ഇവിടെയും ഒരു പീസ് ഇവിടെയും ഉണ്ട്. ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് നോക്കിയാൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടും ഒരേപോലെ ഉണ്ടാവും, അല്ലെ? ഇനി താഴത്തത് വലുതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിന് കുറച്ച് നീളം കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഇതിന് കുറച്ച് നീളം കുറവുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. Let's discuss. How do you share objects equally? Why is Shabnam folding the paratha over itself? എങ്ങനെയാണ് ഒരു വസ്തുവിനെ നിങ്ങൾ പകുതിയാക്കി മുറിക്കുക? ഇവിടെ ഈ ഒരു കേസിൽ ഷബ്നം പരാട്ട, ഈ ചിത്രത്തിൽ നോക്കിയ പരാട്ടയെ കറക്റ്റ് അതിന് മുകളിൽ തന്നെ വെച്ച് മടക്കി എടുക്കുന്നത് കാണാം. അപ്പൊ സർക്കുലർ ആയിട്ടുള്ള ഒരു പരാട്ട സെന്ററിൽ തന്നെ വെച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഒരേപോലെ കൂടുതലും കുറവും ഒന്നുമില്ലാതെ ഒരേപോലെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ പീസസ് ആണ് കിട്ടാൻ പോകുന്നത്. I will show you how to do it equally. ഷബ്നം കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. Why is ഷബ്നം folding the paratha over itself? അത് അതിന്റെ മുകളിൽ തന്നെ വെച്ച് മടക്കുന്നത് എന്തിനാണ്? അപ്പൊ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ടും ഒരേപോലെയാണോ, ഒരേ ഷേപ്പിലാണോ മുകളിലും താഴെയുമുള്ള പീസ് ഇരിക്കുന്നതെന്ന്. This is a whole paratha. ഇവിടെ ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മുഴുവനായിട്ടിരിക്കുമ്പോൾ, അത് ഫുള്ളായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഇവിടെ ഹോൾ പരാത്ത, മുഴുവൻ പരാത്ത, ഇത് സർക്കുലർ ആയിട്ടുള്ള പരാത്തയാണ്. Now take the paratha that has been cut equally. 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലെ ഏതിലാണ് ഈ പരാത്തേനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്? കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലെ? ഇത് ഈ സൈഡ് കുറച്ച് വലുതാണ്, ഇവിടെ ചെറുതാണ്. രണ്ടാമത്തെ ഇമേജിൽ ഈ സൈഡ് കുറച്ച് വലുതാണ്, ഇവിടെ ചെറുതാണ്. പക്ഷെ മൂന്നാമത്തെ ഇമേജില് മുകളിലും താഴെയും ഈക്വൽ ആണ്. When one whole is shared equally between two people, each share is called a half. ഒരു വസ്തുവിനെ, ഒരു ഫുൾ വസ്തുവിനെ ഈക്വൽ ആയിട്ട് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പീസിന്റെ പേരാണ് ഹാഫ്. ഇനി ഒരു വസ്തുവിനെ നമ്മൾ 4ആയിട്ടോ 3ആയിട്ടോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് കരുതുക. അപ്പോ ഇതിൽ ഒരു പീസിനെ നമ്മൾ ഹാഫ് നല്ല പറയാ. 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു പകുതിയെയാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. ഹൗ മെനി ഹാഫ്സ് മേക്ക് വൺ ഹോൾ? എത്ര ഹാഫ് ചേർന്നാലാണ് ഒരു ഫുള്ളായി മാറുക അല്ലെങ്കിൽ ഒരു ഹോളായി മാറുക? ഒന്നിനെ 2 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്
ഒന്നിനെ നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഹാഫ് ചേർന്നാൽ ഒരു ഹോളായി മാറും. Let's do. Circle the shapes where half of the whole is shaded. ഈ ഇമേജിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഹാഫ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഈ ഫസ്റ്റ് ഇമേജ് കണ്ടാലേ അറിയാം കറക്റ്റ് ഹാഫ് ആയിട്ടാണ്. പകുതി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പകുതി ഷെയ്ഡ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഇമേജിൽ പിസ്സേനെ 3 പീസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് കണ്ടോ? 1 2 3 ഈക്വൽ പീസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഈക്വൽ പീസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അതിനൊന്നിനെ നമുക്ക് ഹാഫ് എന്ന് പറയാം. അപ്പൊ ഇത് ഹാഫ് അല്ല. അടുത്ത പിക്ചറിൽ ഓക്കെ ആപ്പിളിനെ കറക്റ്റ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇനി ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ എന്ത് ഇലേനെ മുറിച്ചില്ലല്ലോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. സോ ദിസ് ഈസ് ഓൾസോ ഹാഫ് ഷെയ്ഡഡ്. ഇനി ഈ ബോട്ടിലിനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഹാഫ് ആയിട്ടാണോ? അല്ല. ഈ ഒരു ഇമേജ് കറക്റ്റ് ഹാഫ് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. Draw a line to show one half of the whole. ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളെ നിങ്ങൾ ഹാഫ് ആയിട്ട് മുറിക്കാൻ പറ്റുമോ? ഇതിനെ നമുക്ക് പല രീതിയിൽ ഹാഫ് ആക്കാം. ശ്രദ്ധയോടെ വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ ഹാഫ് ആക്കാം. ഇനി അല്ലെങ്കിലോ നമുക്ക് ഇതിനെ ഇങ്ങനെ വരയ്ക്കാം. ഇത് രണ്ടും ഒരുമിച്ച് വരയ്ക്കരുത്. ഒരുമിച്ച് വരച്ചു കഴിഞ്ഞാൽ ഇത് 4 പീസ് ആയിട്ട് പോകും. നമുക്ക് 2 പീസാണ് വേണ്ടത്. അപ്പൊ ഒന്നുകിൽ ഗ്രീൻ ലൈൻ അല്ലെങ്കിൽ റെഡ് ലൈൻ. ഇനി അതുമല്ലെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോഴും ഈ പോർഷനും ഈ പോർഷനും ഈക്വൽ ആയിട്ടുള്ള 2 പീസസ് ആണ്. ഇനി അതുപോലെ വേണമെങ്കിൽ ഈ സൈഡിൽ നിന്നും വരയ്ക്കാം. അപ്പൊ ഈ ഓരോ ലൈൻസും ഒറ്റയ്ക്ക് വരയ്ക്കാവുള്ളൂ, എല്ലാം കൂടി ഒരുമിച്ച് വരയ്ക്കരുത്. ഇനി നെക്സ്റ്റ് ഇമേജിനെ എങ്ങനെ ഹാഫ് ആക്കാം? ഇങ്ങനെ വരച്ചാലോ ഹാഫ് ആവോ? ഇല്ല അല്ലെ. ഇതിന്റെ സെന്ററിലൂടെ ഇങ്ങനെ ശ്രദ്ധയോടെ നിങ്ങൾ സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാം. ഇനി അടുത്ത ഇമേജും ആദ്യത്തെ ഇമേജിൽ പറഞ്ഞ പോലെ പല രീതിയിൽ വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പൊ ഇവിടെ ഒരു ഹാഫ്, ഇവിടെ ഒരു ഹാഫ്, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, സൈഡ് വേസിലൊക്കെ വരയ്ക്കാം. ഇനി അടുത്തതൊരു സർക്കിൾ ആണ്. സർക്കിളിന്റെ കറക്റ്റ് സെന്ററിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, 2 ഭാഗം ഉണ്ടാവണം, സെന്ററിലൂടെ വരയ്ക്കണം. അത്രയേ ഉള്ളൂ. Shabnam has eaten some chicky from 3 sides. Tick how much chicky is left. So ഇവിടെ കടലമുട്ടായിനെ ഷബ്നം പല സൈഡിൽ നിന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ എത്രയാണ് ബാക്കിയിരിക്കുന്നത്? ഇതിൽ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഹാഫ് ആണ്, മോർ ദാൻ ഹാഫ് ആണ്, ലെസ് ദാൻ ഹാഫ് ആണ്. ഇത് കുഞ്ഞു പീസ് ആയിട്ടായിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. എത്ര പീസാണ് ഷബ്നം കഴിച്ചതെന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 പീസസ് ആണ് ഷബ്നം കഴിച്ചിട്ടുള്ളത്. ഇനി എത്ര പോർഷൻസ് ആണ് കഴിക്കാതെ അവിടെ ബാക്കിയുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ കഴിക്കാതെ ബാക്കിയുള്ളതും 12 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ, നേരത്തെ നമ്മൾ ഒരു സർക്കിളിനെ ഹാഫ് ആക്കി മാറ്റുമ്പോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സൈഡും മറ്റേ സൈഡും ഒരുപോലെ ഉണ്ട്, അത് കാണാൻ ഒരുപോലെ ഉണ്ട്. പക്ഷെ ഈ കേസിലോ ഇത് ആക്ച്വലി ഹാഫ് ആണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ടുള്ള ഹാഫ് ആണ് എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഹാഫ്. അതിനെ ടിക്ക് ചെയ്യാം. Show by coloring half a chicky that has been eaten from 2 sides. ഇവിടെ തന്നിരിക്കുന്ന ചിക്കി 2 സൈഡിൽ നിന്നും കഴിച്ചു തുടങ്ങണം. എന്നിട്ട് കൃത്യം ഹാഫ് ആക്കി കഴിച്ചു തീർത്ത് ബാക്കി ഹാഫ് അവിടെ വെക്കണം. എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ നേരത്തെ പോലെ തന്നെ 12 കഴിക്കണം, 12 അവിടെ ബാക്കി വെക്കണം. നമുക്ക് ഇവിടെ തുടങ്ങാം. 1 2 3 4 4 കഴിച്ചു. അതുപോലെ ഇവിടെയും കഴിക്കണം അല്ലെ. 1 2 3 4. അപ്പൊ 4 + 4 ഇപ്പൊ ഓൾറെഡി നമ്മൾ 8 കഴിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഒരു പീസ് കഴിക്കാം. 9 ഇവിടുന്നും കഴിക്കാം. 10 മേ ബി ഇവിടുന്നും കഴിക്കാം. 11
12. ഇപ്പൊ നമ്മൾ 12 പീസസ് കഴിച്ചു. ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ കഴിച്ചു. അപ്പൊ ബാക്കിയുള്ളത് എത്രയായിരിക്കും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. Draw line to show different ways of making a half. ഇവിടെ ഒരേ ഇമേജ് ആണ് തന്നിരിക്കുന്നത്. ഇതിനെ പല രീതിയിൽ നിങ്ങൾക്ക് ഹാഫ് ആക്കാൻ പറ്റുമോ? എങ്ങനെയൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, അല്ലെങ്കിലോ ഇങ്ങനെ ലൈൻ വരയ്ക്കാം, ഇനി ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. സി, പല പല രീതിയിലുള്ള ലൈൻസ് ആണ് മുകളിലും താഴെയും ഈക്വൽ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെ കറക്റ്റ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഹോൾ പിക്ചർ ബൈ ഡ്രോയിങ് അതർ ഹാഫ്. ഇവിടെ ഒരു ഹാഫ് ഓഫ് ദ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിന്റെ ബാക്കി നിങ്ങൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ കണ്ടോ, ഈ ഒരു പോർഷൻ നമ്മൾ ഇപ്പൊ ആഡ് ചെയ്തതാണ്. ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു ട്രയാങ്കിൾ ആയി മാറിയില്ലേ? ഇനി ഇവിടെയോ, ഇതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഒരു കഴിച്ചായല്ലേ? ഇതിന്റെയും ഇപ്പൊ ഈ ഒരു ഹാഫ് പോർഷൻ നമ്മൾ വരച്ച് ചേർത്തതാണ്. ഇത് ഒരു സ്ക്വയർ ആണ്. ഇതിനെ ഇങ്ങനെ നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെയും നമ്മൾ ഈ ഒരു പോർഷൻ ഇപ്പൊ വരച്ച് ചേർത്തതാണ്. Let us explore. Take a rectangular sheet of paper and fold it in half. Find all the different ways to make a half. Take a square piece of paper and fold it in half. Find all the different ways to make a half. ഇത് നിങ്ങളുടെ ആക്ടിവിറ്റി ആണ്. നിങ്ങൾ ഒരു റെക്ടാങ്കുലർ പേപ്പറും പിന്നെ ഒരു സ്ക്വയർ പേപ്പറും എടുക്കണം. ഇതിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മടക്കി പല രീതിയിൽ മടക്കിയിട്ട് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് ചെക്ക് ചെയ്യാം. Let's discuss. There was an old man with two sons, Amit and Bala. He gave a mango tree, a solar lamp, and a woolen blanket to them. He asked them to share these things among themselves. ഒരു old man ഉണ്ടായിരുന്നു, അവർക്ക് രണ്ട് മക്കളും ഉണ്ടായിരുന്നു. So he gave a mango tree, a solar lamp, and a wooden blanket to them and asked them to share these things among themselves. Amit was a cunning man. Cunning man എന്ന് പറഞ്ഞാൽ എന്താ? അത്ര ഫെയർ ആയിട്ടൊന്നും അല്ല അമിത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അമിത്തിന് കൂടുതൽ കിട്ടുന്നത് പോലെയായിരിക്കും അമിത് എപ്പോഴും ഷെയർ ചെയ്യാം. He told his brother, let's share the object equally. I will keep the fruits, you keep the tree. അമിത് എന്താ പറഞ്ഞത്? ഞാൻ ഫ്രൂട്ട്സ് മാത്രം എടുക്കാം, നീ ഫുൾ മരം എടുത്തോ. രണ്ടുപേരും ഈക്വലി ഷെയർ ചെയ്യുന്നത് പോലെ അമിത് പറയുന്നത്. എന്നാൽ അത് കറക്റ്റ് ആണോ? ഫ്രൂട്ട്സ് ഫുൾ അമിത് എടുത്തു, ട്രീ മാത്രം ബ്രദറിന് കിട്ടി. ട്രീ മാത്രം കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഫ്രൂട്ട്സും കൂടി വേണോ അല്ലേ? I will keep the lamp during the night. You can keep it during the day. എന്നിട്ട് പറയാ, ഈ ലാമ്പ് ഫുൾ നൈറ്റ് ഞാൻ എടുക്കാം, ഡേയില് ഫുള്ള് നീ എടുത്തോ. അപ്പോഴും ഈക്വലി ഷെയർ ചെയ്യുന്നത് പോലെയാ. പക്ഷേ ഡേ ടൈമില് ആർക്കെങ്കിലും ലാമ്പിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ, നൈറ്റിലാണ് ആവശ്യമുള്ളത്. I will keep the blanket for half the year during winter. You can keep it for half the year during summer. ഒരു വർഷം മുഴുവൻ ഹാഫ് ആക്കി മാറ്റിയാൽ അതിൽ വിന്റർ ടൈമില് ബ്ലാങ്കറ്റ് ഞാൻ വെച്ചോളാം, സമ്മർ ടൈമില് നീ വെച്ചോളൂ. സമ്മർ ടൈമിൽ ആർക്കാ ബ്ലാങ്കറ്റ് വേണ്ടത്? വേണ്ട അല്ലെ, വിന്റർ ടൈമിലാണ് ബ്ലാങ്കറ്റിന്റെ ആവശ്യമുള്ളത്. ബാല അഗ്രീഡ്. അവന്റെ ബ്രദർ പക്ഷെ കൂടുതലൊന്നും ചിന്തിക്കാതെ അതിന് അഗ്രി ചെയ്തു. ഈസ് ദിസ് എ ഫെയർ വേ ഓഫ് ഷെയറിംഗ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഫെയർ ആണെന്ന്? ഈസ് ദർ അനദർ വേ ടു ഷെയർ ഇറ്റ് ഫെയർലി? ഇത് ഫെയർ ആയിട്ട് ഷെയർ ചെയ്യാൻ വേറെ എന്തെങ്കിലും വേ ഉണ്ടോ? നമുക്ക് നോക്കാം അല്ലെ. ഈ മാംഗോസ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തൂടെ ബ്രദറിന്? ടോട്ടൽ മാംഗോസ് എടുത്തിട്ട് അതിൽ ഹാഫ് മാംഗോസ് ഒരു ബ്രദറിനും ഹാഫ് മാംഗോ അടുത്ത ബ്രദറിനും ഷെയർ ചെയ്യാം അല്ലെ. അപ്പൊ അതൊരു ഫെയർ ഷെയർ ആയിരിക്കും, രണ്ടുപേർക്കും മാംഗോ കഴിക്കാലോ. അതുപോലെ സോളാർ ലാമ്പ്
മേ ബി 1 day night ബാല ഉപയോഗിക്കാം, 1 day night അമിത് ഉപയോഗിക്കാം. അപ്പോഴും ഈക്വൽ ആണ്. അത് രണ്ടുപേർക്കും ഒരുപോലെ ഫെയർ ഷെയർ ആണ്. ഇനി ബ്ലാങ്കറ്റോ? ഈ പറഞ്ഞതുപോലെ തന്നെ വിന്ററില് ഒരു ദിവസം അമിത്തിന് ഉപയോഗിക്കാം, ഒരു ദിവസം ബാലയ്ക്ക് ഉപയോഗിക്കാം അല്ലെ? അപ്പൊ അത് ഫെയർ ഷെയർ ആയി. വിന്ററിൽ ഞാനും സമ്മറിൽ നീ എന്ന് പറയുമ്പോൾ ടൈം ഈക്വൽ ആണെങ്കിലും അത് ഫെയർ ഷെയർ അല്ല. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അത് ആവശ്യം വിന്ററിലാണ്. അപ്പൊ വിന്ററിൽ തന്നെ ഒരു ദിവസം ബാല ഉപയോഗിക്കാം, ഒരു ദിവസം അമിത് ഉപയോഗിക്കാം. Let's do. Here are some mangoes. Share them equally between two children. ഇവിടെ കുറെ മാംഗോസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാ ഇവർക്ക് രണ്ടുപേർക്കും ഇത് ഈക്വലി ആയിട്ട് കൊടുക്കാൻ പറ്റുക? We'll take one mango. അത് ഫസ്റ്റ് ആൾക്ക് കൊടുക്കാം. അടുത്ത മാംഗോ അടുത്ത ആൾക്ക് കൊടുക്കാം. ഇപ്പൊ രണ്ടുപേർക്കും ഓരോന്ന് കിട്ടിയില്ലേ? ഇനി ഈ മാംഗോ എടുക്കാം, ഇയാൾക്ക് കൊടുക്കാം. ഈ മാംഗോ എടുക്കാം, ഇയാൾക്കും കൊടുക്കാം. ഇനിയും 2 മാംഗോ ബാക്കിയുണ്ടല്ലേ? അപ്പൊ ഈ മാംഗോ എടുക്കാം, ഇയാൾക്ക് കൊടുക്കാം. ഈ മാംഗോ എടുക്കാം, ഇയാൾക്ക് കൊടുക്കാം. ഇപ്പൊ നോക്കിയേ, രണ്ടുപേർക്കും ഈക്വൽ ആണ്. ഓരോരുത്തർക്കും എത്ര വീതം കിട്ടിയിട്ടുണ്ട്? 1 2 3 1 2 3. രണ്ടുപേർക്കും 3 മാംഗോസ് വീതം കിട്ടി. ഹാഫ് ആൻഡ് ഡബിൾ. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഹാഫ്. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെയായാലും ഈക്വൽ ആയിട്ട് 2 ഭാഗമാക്കി മാറ്റിയാൽ അതിൽ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിയേ, ഈ കുട്ടിയുടെ അടുത്ത് എത്ര മാർബിൾസ് ഉണ്ട്? 1 2 3 4 5 6. ഇവിടെയോ 1 2 3. അപ്പൊ ഈ കുട്ടി പറയാണ് I have half the number of marbles you have. ഈ കുട്ടിക്ക് 1 2 3 1 2 3 ടോട്ടൽ 6 ഉണ്ട് അല്ലേ? അതിനെ 2ആയി ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗമാണ് 3. അപ്പോ ഇതിനെയാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാഫിന്റെ ഡബിൾ, 2 ഹാഫ് ചേർന്നാൽ ഇതിനെയാണ് നമ്മൾ ഡബിൾ എന്ന് പറയുന്നത്. 3 6ന്റെ ഹാഫ് ആണെങ്കിൽ 6 3യുടെ ഡബിൾ ആണ്. മനസ്സിലായോ? ഒരു മാർബിൾ ആണെങ്കിൽ ഇതിന്റെ ഡബിൾ ആണ് 2 മാർബിൾ. ഇനി 2 മാർബിൾ ആണെങ്കിലോ ഇതിന്റെ ഡബിൾ ആണ് 2, പിന്നെയും 2. ഇതാണ് ഇതിന്റെ ഡബിൾ. ഇരട്ടി അല്ലെങ്കിൽ അതേ അമൗണ്ട് ഒന്നുകൂടി വരിക. അപ്പോഴാണ് നമ്മൾ അതിനെ ഡബിൾ എന്ന് പറയുന്നത്. Fill the blanks using double or half. In this round, I got 4 marbles. First കുട്ടിക്ക് 4 marbles ആണുള്ളത്. I got 8 marbles. 1 2 3 4. 1 2 3 4 5 6 7 8. നോക്കിയേ, ഈ കുട്ടിയുടെ അടുത്ത് 4 ഉള്ളൂ, ഈ കുട്ടിയുടെ അടുത്ത് 2 4 ഉണ്ട്. അപ്പോ ആദ്യത്തെ കുട്ടിയുടെ ഡബിൾ ആണ് രണ്ടാമത്തെ കുട്ടിയുടെ അടുത്തുള്ളത്. അപ്പൊ 4 marbles are half of 8 marbles and 8 marbles are double of 4 marbles. Next, ഇപ്പൊ ആദ്യത്തെ കുട്ടിക്ക് കൂടുതൽ മാർബിൾസ് കിട്ടിയല്ലോ. In this round, I got 10 marbles. I got only 5 marbles. ഇനി 10ഉം 5ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? 10 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10. 10നെ 2 ഭാഗമാക്കിയാൽ ഒരു ഭാഗം 5 ആണുള്ളത്. അടുത്ത കുട്ടിയുടെ അടുത്ത് 1 2 3 4 5 ആണുള്ളത്. അപ്പോ ആദ്യത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയുടെ ഡബിൾ ആണ് ഉള്ളത്. 10 marbles are double of 5 marbles. And 5 marbles are, yes, half of 10 marbles. I got 12 marbles this time. In this round, I got 6 marbles. 12 and 6. ഇത് ഡബിളും ഹാഫും ആണോ? 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 1 2 3 4 5 6. അതെ, 12നെ ഹാഫ് ആക്കി മാറ്റിയാൽ ഒരു സൈഡ് 6ഉം ഒരു സൈഡ് 6ഉം ആണ്. അപ്പൊ 12 എന്ന് പറഞ്ഞാൽ
6ന്റെ ഡബിൾ ആണ്. 6 എന്ന് പറഞ്ഞാൽ 12ന്റെ ഹാഫ് ആണ്. 6 marbles are half of 12 marbles and 12 marbles are double of 6 marbles. In this round, I got 7 marbles. ഈ കുട്ടിക്ക് 7 marbles ആണ് കിട്ടിയത്. 1, 2, 3, 4, 5, 6, 7. ഇനി 7ന്റെ ഡബിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 1, 2, 3, 4, 5, 6, 7. Again 1, 2, 3, 4, 5, 6, 7. 7ന്റെ ഡബിൾ എത്രയാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 7ന്റെ ഡബിൾ ആണ് 14. I got 13 marbles. ഓ, ഈ കുട്ടിക്ക് 13 marbles കിട്ടിയുള്ളൂ. 14 ആണ് ഡബിൾ, പക്ഷെ ഈ കുട്ടിക്ക് 13 കിട്ടിയിട്ടുള്ളൂ. On a number line, how far 13 is from double of 7? എന്താ ഇവിടുത്തെ question? How far is 13? ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 13 is how far from double of 7? Double of 7 എന്ന് പറഞ്ഞാൽ 14 ആണ് അല്ലേ? അപ്പൊ 14 ഇവിടെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. 13 ആണ്. How far it is? It's just 1 away. ഒറ്റ ഒന്നിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ how far? It is 1. How far is 5 from half of 14? ഇനി half of 14 എന്താണ്? Half of 14 നമ്മൾ മനസ്സിലാക്കി. It is 7. അപ്പൊ അതിവിടെ മാർക്ക് ചെയ്യണം. ഇനി 5. ഇത് 5. അപ്പൊ 5ഉം 7ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 1, 2. 5ഉം 7ഉം തമ്മിൽ 2 ഡിഫറൻസ് ഉണ്ട്. Guess who am I? Use the clues to find the right fraction. Tick the correct box from the given 3 options. ഇവിടെ ഒരു ക്വസ്റ്റ്യനും ഇവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്ഷൻസും ഉണ്ട്. ഏതാണ് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യാം. I have less than double of 3 marbles. I have more than half of 8 marbles. ആദ്യം നോക്കാം. I have less than double of 3. Double of 3 എന്ന് പറഞ്ഞാൽ 3 plus 3. 1, 2, 3. 1, 2, 3. എത്രയാണിത്? This is equal to 6. Double of 3 ആണ് 6. ഇനി I have more than half of 8. Half of 8. അപ്പൊ ഫസ്റ്റ് നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8. ഇതിന്റെ ഹാഫ് എത്രയാണ്? 4, 4. അപ്പൊ 8ന്റെ ഹാഫ് 4 ആണ്. അപ്പൊ ഇവിടെ 6നേക്കാളും കുറവുമാണ്, 4നേക്കാളും കൂടുതലുമാണ്. അതേതാണ് നമ്പർ? ഇത് 1, 2, 3, 4 മാർബിൾസ് ആണ്. ഇത് കറക്റ്റ് അല്ല, കാരണം 4നേക്കാളും കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 5 4നേക്കാളും കൂടുതലാണ്. ആ കണ്ടീഷൻ കറക്റ്റ് ആണ്. ആൻഡ് ലെസ് ദാൻ 6 ആണ്. അതും കറക്റ്റ് ആണ്. 1, 2, 3, 4, 5, 6. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ 4നേക്കാളും കൂടുതലാണ്. 4 കഴിഞ്ഞിട്ടാണ് 5 വരുന്നത്. എന്നാൽ 6ന്റെ ബാക്കിലാണ്. 6നേക്കാളും ചെറുതുമാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി തേർഡ് വൺ 6 മാർബിൾ. 6 മാർബിൾസ് കറക്റ്റ് അല്ല, കാരണം 6നേക്കാളും കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? 5 marbles. Next, I have less than double of 4 marbles. 4ന്റെ ഡബിൾ എന്തായിരുന്നു? 1, 2, 3, 4. 1, 2, 3, 4. ഇത് എത്രയാണ്? 8. 4ന്റെ ഡബിൾ ആണ് 8. I have more than half of 10 marbles. 10 marblesന്റെ ഹാഫ് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ 10ന്റെ ഹാഫ് ആണ് 5. 10ന്റെ ഹാഫ് 5 ആണ്. അപ്പോ നമ്മുടെ ഈ പ്ലേറ്റിൽ ഉണ്ടാവേണ്ട മാർബിൾസ് 5നേക്കാളും കൂടുതലാവണം, എന്നാൽ 8നേക്കാളും കുറവാവണം. ഈ ഇടയിലുള്ള ഏതോ ഒരു നമ്പർ ആണ്. ഫസ്റ്റ് 8 മാർബിൾസ്. ഇത് തെറ്റാണ് അല്ലേ? കാരണം 8നേക്കാളും കുറവാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ 6 മാർബിൾസ്. 6 മാർബിൾ കറക്റ്റ് ആണോ? അതെ. 5, 6. അപ്പൊ 5ന് ശേഷമാണ് 6 വരിക. 6 കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ടാണ് 8 വരിക. അപ്പൊ 8നേക്കാളും ബാക്കിലാണ്
6 marbles. അപ്പൊ ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് 3 marbles. ഇത് കറക്റ്റ് ആണോ? അല്ല അല്ലെ, നമ്മുടെ നമ്പർ 5നേക്കാളും കൂടുതലാണ് വേണ്ടത്. ഇത് 3 marbles ഉള്ളൂ. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ which is the correct option? 6 marbles. When a whole is shared equally among 4 people, each share is called a quarter. ഇവിടെ ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ആവാണ്. നേരത്തെ നമ്മൾ ഒരു ഹോളിനെ രണ്ടായി ഡിവൈഡ് ചെയ്താൽ ഒന്ന് ഹാഫും ഒന്ന് ഹാഫും ആണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഒരു ഹോളിനെ 4 ഈക്വൽ ഭാഗങ്ങളാക്കിയാൽ 4 ഈക്വൽ ഭാഗങ്ങൾ, ഈക്വൽ എന്ന് പറഞ്ഞിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് വെറുതെ മുറിച്ചിട്ട് കാര്യമില്ല. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതില് ഒരു പീസിന്റെ പേരാണ് ക്വാർട്ടർ. അപ്പൊ ഒരു ഹോളിൽ എത്ര ക്വാർട്ടർ ഉണ്ട്? അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഒരു ഹോളിൽ 4 ക്വാർട്ടർ ഉണ്ട്. 1 2 3 4. ഒരു ഹോളിൽ എത്ര ഹാഫ് ഉണ്ട്? ഒരു ഹോളിൽ 2 ഹാഫ് ഉണ്ട്. ഒരു ഹോളിൽ 4 ക്വാർട്ടർ ഉണ്ട്. What part of the chicky did each get? ഈ ഒരു ചിക്കിനെ 4 ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര പാർട്ടാണ് കിട്ടാൻ പോകുന്നത്? അതിന്റെ ക്വാർട്ടർ പാർട്ടാണ് കിട്ടാൻ പോകുന്നത്. ഓരോ കുട്ടിക്കും ഓരോ ക്വാർട്ടർ കിട്ടും. How many quarters in a whole? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒരു ഹോളിൽ എത്ര ക്വാർട്ടർ ഉണ്ട്? 4. Let's do. Take the object that shows quarters. ഇവിടെ ഫസ്റ്റ് ഇമേജിൽ ചിക്കിനെ 4 ഈക്വൽ പാർട്ടായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് 4 ക്വാർട്ടർ ഉണ്ട്. അടുത്തതോ, ഇത് അൺഈക്വൽ ആയിട്ടാണല്ലേ മുറിച്ചത്. ഇവിടെ ഒരു വലിയ പീസ് ഉണ്ട്, ഇത് കുഞ്ഞു പീസാണ്, ഇതൊരു മീഡിയം പീസാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെയോ ഇത് 2 ഭാഗങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. ഈ ചോക്ലേറ്റോ, ഈ ചോക്ലേറ്റ് കറക്റ്റ് ആയിട്ട് 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ക്വാർട്ടർ ഉണ്ട്. നെക്സ്റ്റ്, ഡ്രോ ലൈൻസ് ടു മേക്ക് എ ക്വാർട്ടർ ഓഫ് ഹോൾ. ചില ഷേപ്സിനൊക്കെ നമുക്ക് 2 രീതിയിൽ ക്വാർട്ടർ ആയിട്ട് മുറിക്കാം, അല്ലെങ്കിൽ 3 രീതിയിലൊക്കെ മുറിക്കാം. നമുക്ക് ഈ ചിത്രത്തിൽ ഓരോ രീതിയിൽ മാത്രം ശ്രമിക്കാം. ആദ്യം തന്നെ ഇതിനെ എങ്ങനെയാ 4 ആക്കി മുറിക്കുക? ആദ്യം അതിനെ ഹാഫ് ആക്കാം, പിന്നെ അതിനെ ഇങ്ങനെ മുറിക്കാം. ഇപ്പൊ എന്ത് പറ്റി? 4 ഈക്വൽ പാർട്സ് ആയിട്ട് വന്നു. ഇനി ഒരു സർക്കിൾ, സർക്കുലർ ഷേപ്പിനെ എങ്ങനെയാ 4 ആക്കി മുറിക്കുക? ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെ വേണമെങ്കിൽ മുറിക്കാം, അല്ലെങ്കിലോ അപ്പൊ ഓരോന്നിലും ഓരോ ഇതളുകളും വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ഷേപ്പ് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓരോ ഒബ്ജക്റ്റിനെയും 4 ആക്കി, ഓരോ ക്വാർട്ടർ ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. Draw the remaining 3 quarters and complete the whole. ഇവിടെ ഒരു ക്വാർട്ടർ മാത്രമാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ റിമൈനിങ് 3 quarters, ഒരു ക്വാർട്ടർ എടുത്താൽ ബാക്കി 3 quarters ഉണ്ടാവും അല്ലേ? ആ 3 quarters കൂടി വരച്ചിട്ട് ഈ ഒരു ഇമേജിനെ ഹോൾ ആക്കി മാറ്റാൻ പറ്റുമോ? നമുക്കിതൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. ഇതൊരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും അല്ലെ? ഇതൊരു ഫാനിന്റെ ഒക്കെ ഷേപ്പ് ആണ്. അപ്പൊ ഇതിനെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം, ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് 1 പോർഷൻ ഇവിടെ വരയ്ക്കാം, അടുത്ത പോർഷൻ ഇവിടെ വരയ്ക്കാം, ആൻഡ് അടുത്ത പോർഷൻ ഇവിടെയും വരയ്ക്കാം. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പൊ 4 സൈഡിലും ഇത് കൊടുക്കാം. അപ്പൊ 3 ക്വാർട്ടേഴ്സ് കൂടി ആഡ് ചെയ്തപ്പോ ഇതൊരു ഹോൾ ആയി മാറി. നെക്സ്റ്റ്, ഇതെന്താണ്? ഇതൊരു വലിയ മാച്ച് ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വാർട്ടർ ഇവിടെ കൊടുത്തുള്ളൂ. നമുക്ക് ഇതിന്റെ കൂടെ ഓരോ എക്സ്ട്രാ പീസും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ഒരു വലിയ മാച്ച് ആക്കി മാറ്റാം. 3 ക്വാർട്ടേഴ്സ് കൂടി ആഡ് ചെയ്തപ്പോ 4 ക്വാർട്ടർ ആയി. 4 ക്വാർട്ടർ ആയപ്പോ അതൊരു ഹോൾ ആയി മാറി. Draw the remaining quarters to complete the whole. നേരത്തെ നമുക്ക് ഒരു ക്വാർട്ടറേ തന്നിട്ടുള്ളായിരുന്നു, 3 ക്വാർട്ടർ ആഡ് ചെയ്യണമായിരുന്നു. ഇവിടെയോ ഇവിടെ 3 ക്വാർട്ടർ തന്നിട്ടുണ്ട്, 4ാമത്തെ ക്വാർട്ടറും കൂടി വരച്ച് ഇതിനെ ഫുൾ ആക്കാനാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഫുൾ ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഫുൾ ആയി അല്ലേ?
ഇനി ഇവിടെയോ? ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഇതിനെ നന്നായി കളർ ചെയ്തിട്ട് ഇല്ല. അങ്ങനെ നിങ്ങളുടെ ബുക്കിൽ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഹാഫ് ഓർ ക്വാർട്ടർ. Pick appropriate word to fill the blanks below. Shabnam has colored half or a quarter of the birds. First, ഇവിടെ ഇതായിരിക്കും ഷബ്നം. വയലറ്റ് കളർ ഡ്രസ് ഇട്ടത്. ഷബ്നത്തിന്റെ അടുത്ത് 8 ബേർഡ്സ് ഉണ്ട്. ഇതില് കറക്റ്റ് ഹാഫ് ആക്കിയിട്ട് ഹാഫ് ബേർഡ്സിനെയാണ് ഷബ്നം കളർ ചെയ്തിരിക്കുന്നത്. കണ്ടോ? 4 ബേർഡ്സ് കളേർഡ് ആണ്, 4 ബേർഡ്സ് കളേർഡ് അല്ല. അപ്പൊ ആൻസർ എന്താണ്? ഹാഫ്. നെക്സ്റ്റ് മുക്ത. മുക്തയുടെ അടുത്തോ 2 ബേർഡ്സിന് മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ. 2 ബേർഡ്സ്. ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും 2 ബേർഡ്സ് 2 ബേർഡ്സ് 2 ബേർഡ്സ് 2 ബേർഡ്സ് ആണ്. അപ്പൊ 8 ബേർഡ്സിന്റെ ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 2 ബേർഡ്സ് ആണ്. അപ്പൊ ഇവിടെ 2 ബേർഡ്സിനെയാണ് കളർ ചെയ്തത്. അപ്പൊ മുക്ത ഹാസ് കളേർഡ് a quarter of the birds. Shabnam has colored half or double the number of birds that Mukta has colored. ഷബ്നത്തിന്റെ അടുത്ത് 1, 2, 3, 4 ബേർഡ്സ് ആണ് കളർ ചെയ്തത്. മുക്തയുടെ അടുത്തോ 2 ബേർഡ്സ് ആണ് കളർ ചെയ്തത്. അപ്പൊ ഷബ്നത്തിന് മുക്തയുടെ ഡബിൾ ആണ് അല്ലെ? മുക്തയുടെ അടുത്ത് 2 ആണ്, 2 plus 2 ആണ് 4. Shabnam has colored double the number of birds that Mukta has colored. Lakshanya and Pihu has 16 flowers each. Lakshanya tied half or quarter of her flowers. Total 16 flowers ആണുള്ളത്. ലക്ഷണ്യയുടെ മാലയില് 4 flowers ആണുള്ളത്. 4 plus 4 എത്രയാണ്? 8. Again plus 4 is 12. Again plus 4 is 16. അപ്പോ 4 4s ചേർന്നതാണ് 16. അല്ലെങ്കിൽ 16 ഒരു ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ടാണ് 4. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു ക്വാർട്ടർ ആണ്. അപ്പൊ ലക്ഷണ്യ ടൈഡ് a quarter of her flowers. എന്നാൽ പിഹുവോ 1, 2, 3, 4, 5, 6, 7, 8. 4 plus 4 8 ആണെന്ന് പറഞ്ഞു. 8 plus 8 ആണ് 16. അപ്പോ 16നെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ആണ് 8. 16ന്റെ ഹാഫ് ആണ് 8. Pihu tied half of her flowers. ഇനി ലക്ഷണ്യ tied half or double of the number of flowers that Pihu tied. അപ്പൊ നോക്കാം. ലക്ഷണ്യ 4 ആണ്, പിഹു 8 ആണ്. 4 plus 4 ആണ് 8 അല്ലേ? അപ്പൊ 4 8ന്റെ ഹാഫ് ആണ്. അതുപോലെ 8 4ന്റെ ഡബിൾ ആണ്. അപ്പൊ ഇവിടെ ലക്ഷണ്യയുടെ കയ്യിൽ 4 ആണുള്ളത്. tied half the number of flowers that Pihu tied. Half. Quarters and whole. 1 quarter. ഈ ചിത്രത്തിൽ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഒരു ക്വാർട്ടർ ആണ്. ഇവിടെയോ ഇത് 2 ക്വാർട്ടർ ആണ്. 2 quarter is also called half. ഇനി നെക്സ്റ്റ് 3 പോർഷൻസിലാണ് കളർ ചെയ്തിരിക്കുന്നത്. 3 quarter. അടുത്തത് full 4 quarter. 4 quarter is equal to complete whole. 2 quarters 1 half ആണ്. 4 quarters ഒരു whole ആണ്. Let's do. Pick the shapes below that shows 3 quarters. ഈ ചിത്രത്തില് 3 quarters ഏതൊക്കെയാണ്? ഇവിടെ നോക്കാം. 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പോർഷൻസ് കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 3 quarters ആണ്. ഈ ട്രയാങ്കിൾ നോക്കിയേ. 1, 2, 3, 4. 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പോർഷൻസ് കളർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ്. ഇനി ഇവിടെയോ 1, 2, 3, 4. 4 ആണ്. പക്ഷേ അതിൽ 2 പീസസേ കളർ ചെയ്തിട്ടുള്ളൂ. 2 പീസസ് ആവുമ്പോൾ വെറും 2 quarter ആണ്. അല്ലെങ്കിൽ ഹാഫ് മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് തെറ്റാണ്.
ഇവിടെയോ ഈ ട്രയാങ്കിളിനെ രണ്ടായിട്ടേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ ഒരു ഹാഫിനെയാണ് കളർ ചെയ്തത്. അപ്പൊ ഇത് 3/4 അല്ല. ഇനി ഇവിടെയോ ഇവിടെ 1/4 ആണ് കളർ ചെയ്തിരിക്കുന്നത്, 3/4 അല്ല. ഇനി ഇതിലോ ഇതില് 1 2 3 പോർഷൻസ് കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 3/4 ആണ്. ഇനി ഇവിടെയോ ഇവിടെ 2 പോർഷനിൽ മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഹാഫ് ആണ്, 3/4 അല്ല. ഇനി അടുത്തതില് 1 2 3 quarters കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും കറക്റ്റ് ആണ്. Color the shade below to show the fractions as instructed. ഓരോ ഫിഗറിന്റെയും അടിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് കളർ ചെയ്യാം. ഇങ്ങനെ തന്നെയാണ് എക്സാമിന് വരിക കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. 2 quarters ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പോർഷൻ ഒരു ക്വാർട്ടർ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു 2 ക്വാർട്ടറിനെ നിങ്ങൾക്ക് കളർ ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ 2 ക്വാർട്ടറിനെ കളർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ക്വാർട്ടർ കളർ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ 1 ക്വാർട്ടർ മാത്രമേ നമുക്ക് കളർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1 ക്വാർട്ടർ. ഇവിടെയോ 3 ക്വാർട്ടർ, 3 പീസിന് കളർ ചെയ്യാം. നെക്സ്റ്റ് 4 quarters, 4 ക്വാർട്ടറും കളർ ചെയ്യണം. അതിന്റെ അർത്ഥം എന്താണ്? 4 quarter is equal to a whole, full, എല്ലാ പോർഷനും കളർ ചെയ്യണം. ഇവിടെയോ 3 quarter, 1 piece, 2 piece, 3 piece, 3 ക്വാർട്ടറിനെയും കളർ ചെയ്യണം. ഇവിടെ ആകെ ഒരു ക്വാർട്ടർ മാത്രമേ കളർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. Draw lines and color the shades below to show the fractions as instructed. ഇവിടെ നമുക്ക് 2 quarters ആണ് കളർ ചെയ്യേണ്ടത്. ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ സ്കെയിലൊക്കെ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പോർഷനെ കളർ ചെയ്യുക. അപ്പൊ ഒരു ക്വാർട്ടർ ആയി. ഇനി ഈ പോർഷനും കൂടി കളർ ചെയ്യാം. അപ്പൊ 2 ക്വാർട്ടർ നമ്മൾ കളർ ചെയ്തു. ഇതിനെയും നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 4 ഈക്വൽ പീസസ് ആവും. ഇതിൽ 1 ക്വാർട്ടർ മാത്രമേ നമുക്ക് കളർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇവിടെയോ 3 quarters. നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 4 ക്വാർട്ടർ ആയി. ഇതിൽ 3 ക്വാർട്ടർ കളർ ചെയ്യണം. 3 quarters. 4 quarters. 4 ക്വാർട്ടർ ആക്കി ഡിവൈഡ് ചെയ്തിട്ട് all 4 quarters, അതായത് ഒരു ഹോൾ കളർ ചെയ്യണം. 4 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ ആണ് അല്ലേ? ഇനി ഇവിടെയോ 3 quarters. അതിനെ ഡിവൈഡ് ചെയ്യാം. പിന്നെ 3 ക്വാർട്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വലി ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനെ ക്വാർട്ടർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിവിടെ വരയ്ക്കുമ്പോൾ കുറച്ച് വളഞ്ഞൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സ്കെയിൽ വെച്ച് കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 1 ക്വാർട്ടർ സർക്കിളിനെ നമുക്ക് 4 ആക്കി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഒരു ക്വാർട്ടർ കളർ ചെയ്യാം. Here is a rectangle which shows quarters. Discuss how. ഈ ഒരു റെക്ടാങ്കിൾ കണ്ടിട്ട് ഇതിൽ ക്വാർട്ടേഴ്സ് കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് ഓരോ കളേഴ്സും എത്ര പീസ് വീതം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4. ബ്ലൂ 4 ഉണ്ട്. പിന്നെ വയലറ്റോ 1 2 3 4. വയലറ്റ് 4 ഉണ്ട്. റെഡോ 1 2 3 4. റെഡും 4 ഉണ്ട്. യെല്ലോ 1 2 3 4. യെല്ലോയും 4 ഉണ്ട്. നോക്കിയേ, ടോട്ടലിനെ 4 ആക്കി ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോന്നിന്റെയും 4 പോർഷൻസ് വീതമുണ്ട്. അപ്പൊ ഈ ഹോളിന്റെ ക്വാർട്ടർ ആണ് ഓരോ ഡിഫറെന്റ് പെയിന്റ് ഉപയോഗിച്ചും കളർ ചെയ്തിരിക്കുന്നത്. Show the quarters and halves in different ways in the grids below. ഈ തന്നിരിക്കുന്ന ഗ്രിഡില് നിങ്ങൾ ക്വാർട്ടേഴ്സും ഹാഫും ഡിഫറെന്റ് വേയില് കളർ ചെയ്തിട്ട് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് ഇവിടെ റെഡ് കളർ കൊടുക്കാം. ഇവിടെ ബ്ലൂ കളർ കൊടുക്കാം. ഇവിടെ യെല്ലോ കളർ കൊടുക്കാം. ആൻഡ് ഇവിടെ പിങ്ക് കളർ കൊടുക്കാം. ഇപ്പോ നമ്മൾ എങ്ങനെയാ ഇതിനെ കളർ ചെയ്തിരിക്കുന്നത്? 1 2 3 4 ഈക്വൽ പീസസ് ആയല്ലേ. അപ്പൊ ഇതിനെ ഓരോ ക്വാർട്ടർ ആയിട്ടാണ്
ഓരോ കളർ ചെയ്തിരിക്കുന്നത്. ഇത് പല രീതിയിൽ ചെയ്യാട്ടോ. ഇത്രയും ഓർഡറിൽ ഒരേ സ്ഥലത്ത് തന്നെ റെഡ് കൊടുക്കണം എന്നില്ല. കാരണം 1 2 3 4 5 ബോക്സസിലാണ് ഒരേ കളർ കൊടുക്കേണ്ടത്. ആ 5 ബോക്സസ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഇവിടെ കൊടുക്കാം 1, ഇവിടെ കൊടുക്കാം 2, ഇവിടെ കൊടുക്കാം 3, ഇവിടെ കൊടുക്കാം 4, ഇവിടെ കൊടുക്കാം 5. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ബ്ലൂവിന്റെ 5 1 2 3 4 5 ഇവിടെ കൊടുക്കാം. ഇനി 1 2 3 4 5 യെല്ലോ 1 2 3 4 5 ഇങ്ങനെ കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇത് കറക്റ്റ് ഓർഡറിലാണ്, ഇത് കറക്റ്റ് ഓർഡറിലല്ല. പക്ഷെ രണ്ടും നമ്മൾ ക്വാർട്ടർ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഹാഫ് പോർഷൻ രണ്ടായി ഡിവൈഡ് ചെയ്ത് ഹാഫ് ഒരു കളർ കൊടുക്കണം. നമുക്ക് നോക്കാം. ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, ഇവിടെ യെല്ലോ, ഇവിടെയും ഇവിടെയും യെല്ലോ. ഇനി റെഡ് ഇവിടെ ഇവിടെ ഇവിടെ. ഇപ്പൊ ഇതിനെ എങ്ങനെയാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്? ഹാഫ് പോർഷൻ ഒരു കളർ, ഹാഫ് പോർഷൻ ഒരു കളർ. അപ്പൊ ഒരു ഹാഫിൽ എത്ര ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10. ഒരു ഹാഫിൽ 10 വേണം. ആ 10 നമുക്ക് എവിടെ വേണമെങ്കിലും ഓർഡർ അല്ലാതെ കൊടുക്കാം. ഇവിടെ കൊടുക്കാം 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ഇനി യെല്ലോ 1 2 3 4 5 6 7 8 9 10. കണ്ടോ? ഇത് ഹാഫിനെയാണ് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് രീതിയിലാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കളറിനെ ഹാഫായും ക്വാർട്ടർ ആയിട്ടും കളർ ചെയ്യാം. Use a fraction card from your book to form a whole. നിങ്ങളുടെ ബുക്കിലുള്ള ഫ്രാക്ഷൻ കാർഡ് ഉപയോഗിച്ചിട്ട് ഹോൾ ഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇത് മുന്നത്തെ ചാപ്റ്റർ പോലെയല്ല, ചെറിയ ചാപ്റ്റർ ആണ്. പക്ഷെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.